ഹായ് ഫ്രണ്ട്സ്, ഞാനെന്നുള്ളത് നമ്മുടെ വീട്ടിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു റബ്ബർ തോട്ടത്തിലാണ്. അപ്പോൾ അവിടെ ഉള്ളിലായിട്ട് ഒറ്റയ്ക്ക് ഒരു വീട് പോലെ നിൽക്കുന്ന കണ്ടു ഞാൻ. അപ്പോൾ ഇത് വൈഫിൻ്റെ വീടിൻ്റെ ഭാഗത്താണത്. അപ്പോൾ ഞാൻ കുറേ നാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അതിനകത്ത് ആൾ താമസം ഉണ്ടോയെന്ന് അറിയാൻ വയ്യ. പക്ഷേ അതങ്ങ് റബ്ബർ തോട്ടത്തിൻ്റെയൊക്കെ നടുക്ക് നിൽക്കുകയാണ്. കണ്ടിട്ട് അതിനകത്ത് ആൾ താമസം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടാമെന്നും പറഞ്ഞ് ഇറങ്ങി വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേന് കണ്ടൊരു കാഴ്ചയാണ്. ഇവിടെ ചുറ്റും റബ്ബർ മരങ്ങളാണ്. അപ്പോൾ രാവിലെ എൻ്റെ ടാപ്പിങ് കഴിഞ്ഞതേ ഉള്ളൂ. സൂര്യപ്രകാശം താഴെ പതിക്കുന്നത് ഇച്ചിരി പാടാണ്. കാര്യം പറഞ്ഞാൽ നല്ല മറഞ്ഞ് നിൽക്കുകയാണ്. നല്ല ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. പക്ഷേ നമ്മുടെ കുട്ടികൾക്കെല്ലാം ഓടിക്കളിക്കാനൊക്കെ നല്ല സ്ഥലങ്ങളുണ്ട്. നല്ല നല്ല ശുദ്ധവായുവാണ്. പോരാത്തതിന് നമ്മുടെ ഇത് കനാലിലിപ്പോൾ വെള്ളമില്ല. ഇത് കിടക്കുന്നത് മഴവെള്ളമാണ്. അപ്പോൾ കനാലിലൊക്കെ വെള്ളം വരുമ്പോൾ നമ്മൾ അതിനകത്തൊക്കെ ഇറങ്ങും. നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് മൊത്തത്തിൽ. അപ്പോൾ റബ്ബർ ടാപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അവർ പോയെന്ന് തോന്നുന്നു. ആരും കാണുന്നില്ല. അതിനകത്തുനിന്ന് റബ്ബർ പാല് വന്നുകൊണ്ടേ ഇരിക്കുക. ഇതിനകത്ത് വെള്ളം തുറന്നു വിടുന്ന സമയത്ത് കനാലുകാർ ഈ കനാലിലോട്ടുള്ള പോച്ചകളെല്ലാം വൃത്തിയാക്കും. ഇത് അതിൻ്റെ മറ്റൊരു സൈഡാണിത്. വെയിലിന് വേണ്ടിയാണെന്ന് തോന്നുന്നു റബ്ബർ മരങ്ങളെല്ലാം ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നത്. അത് കറക്റ്റ് കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. ആ ദൂരെ വെട്ടം കാണുന്നുണ്ടോ? അവിടെയാണ് റോഡ്. അത് നമ്മൾ ചുറ്റിക്കറങ്ങി വേണം ഇവിടെ വരാൻ. അപ്പോൾ ആ കാണുന്ന റോഡെന്ന് പറയുന്നത് കൊല്ലം പുനലൂർ ചെങ്കോട്ട റോഡാണത്. നമ്മൾ ജംഗ്ഷനിൽ നിന്ന് ഒത്തിരി ഉള്ളിലേക്ക് വരണം. ഒത്തിരിയല്ല, ഒരു 1.5 കിലോമീറ്റർ ഇറങ്ങി ഉള്ളിലേക്ക് വരണം. അവിടെയാണ് നമ്മുടെ ഈ സ്പോട്ട്. നല്ല ശാന്തമായ ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഒരു അന്തരീക്ഷവും പ്രകൃതിയെല്ലാം നമ്മളെ ഒത്തിരി ആകർഷിക്കുന്ന ഒന്നാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു കുഞ്ഞു വിശേഷവുമായി നമുക്ക് കാണാം.